ഒരു യുവാവ് അറിവിനായി ഒരു സന്യാസിയുടെ അടുത്തേക്ക് പോയി. അറിവ് നേടിയ ശേഷം ശിഷ്യൻ തന്റെ ഗുരുവിന് പകരം എന്തെങ്കിലും നൽകാൻ അവൻ ആഗ്രഹിച്ചു. അവൻ ഗുരുവിനോട് എന്ത് വേണമെങ്കിലും തന്റെ ഗുരുദക്ഷിണയായി ചോദിച്ചു കൊള്ളാൻ ആവശ്യപ്പെട്ടു. ഗുരു പറഞ്ഞു, ഈ ഭൂമിയിൽ തീർത്തും ഉപയോഗശൂന്യമായ കാര്യം എന്താണോ അത് നീ കണ്ടെത്തി എനിക്ക് തരിക. ഞാനത് ദക്ഷിണയായി സ്വീകരിച്ചുകൊള്ളാം. ഉപയോഗശൂന്യമായ കാര്യം തേടി ശിഷ്യൻ പുറപ്പെട്ടു. അവന്റെ മനസ്സിൽ ആദ്യം വന്നത് മണ്ണാണ്. മണ്ണെടുക്കാൻ മണ്ണിന് നേരെ കൈ നീട്ടിയപ്പോൾ മണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപയോഗശൂന്യനാണെന്ന് കരുതുന്നുണ്ടോ? ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും എന്നിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ? മണ്ണ് ഉപയോഗശൂന്യമല്ലെന്ന് ശിഷ്യന് മനസ്സിലായി. അവൻ മുന്നോട്ട് നീങ്ങി കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഒരു കല്ല് കണ്ടു. അത് എടുക്കാൻ കൈ നീട്ടിയപ്പോൾ കല്ലിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു. എന്തിനാണ് നിങ്ങൾ എന്നെ ഉപയോഗശൂന്യനാണെന്ന് കണക്കാക്കുന്നത്? നിങ്ങളുടെ കെട്ടിടങ്ങളും മാളികകളും എന്തിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ കരുതുന്നു? തനിക്ക് തെറ്റുപറ്റിയെന്ന് ശിഷ്യന് മനസ്സിലായി. അവൻ കൈ പിന്നിലേക്ക് വലിച്ചു. അവൻ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഉപയോഗശൂന്യമായത്? അപ്പോൾ അവന്റെ മനസ്സിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും അതിൽ തന്നെ ഉപയോഗപ്രദമാണ്. പിന്നെ എന്താണ് തന്റെ ഗുരുവിന് ഗുരുദക്ഷിണയായി നൽകാൻ കഴിയുക? യുവാവ് വീണ്ടും യാത്ര തുടർന്നു. വഴിയിൽ യുവാവ് ഒരു വിശുദ്ധനെ കണ്ടുമുട്ടി. ശിഷ്യൻ വിശുദ്ധനോട് അവന്റെ കഥ പറഞ്ഞു. എല്ലാം കേട്ട ശേഷം വിശുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ഉപയോഗശൂന്യമല്ല. ആർക്കും ഒരു നന്മയും ചെയ്യാൻ കഴിയാത്തവയാണ് പ്രയോജനമില്ലാത്തത്. ഒരു വ്യക്തിക്കുള്ളിലെ ഈഗോ എന്നത് ഒരിടത്തും ഉപയോഗമില്ലാത്ത ഒരു ഘടകം മാത്രമാണ്. യുവാവിന് തന്റെ തെറ്റ് മനസ്സിലായി. താൻ അറിവ് നേടിയ ശേഷം കൊണ്ടുനടന്നിരുന്ന ഈഗോ ആണ് ഏറ്റവും ഉപയോഗശൂന്യമായ വസ്തു എന്ന തിരിച്ചറിവ് അവനു ഉണ്ടായി. ശിഷ്യൻ നേരെ ഗുരുവിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. തന്റെ ഈഗോ തന്റെ ഗുരുവിന് ഗുരുദക്ഷിണയായി നൽകാനാണ് അദ്ദേഹം വന്നത്.